ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളരെ ഭംഗിയായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ തന്നെ എല്ലാ ടെൻസിന്റെയും എല്ലാ ടെൻസിന്റെയും അതായത് പ്രധാനപ്പെട്ടതായിട്ട് നമുക്കറിയാം 3 ടെൻസുകളാണുള്ളത്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ പ്രസന്റിലും പാസ്റ്റിലും തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ഉണ്ട്, കുറച്ച് ടെൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കൂടുതലുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അത് തന്നെ ഇപ്പോഴും എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളൊരു സെന്റൻസ് ഫോം ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ ഫോമും അതിന്റെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അത് ക്ലിയർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് പറ്റും. നമ്മൾ എന്തിനാണ് എങ്ങനെ ക്വസ്റ്റ്യൻസ് അതായത് ക്വസ്റ്റ്യൻസ് പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയണം എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഒരു കോൺവെർസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു കൂട്ടുകാരനെ കാണുമ്പോൾ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാനുണ്ടാവും. നീ ഇന്ന് ഓഫീസിൽ വന്നില്ലേ, നീ ഇന്നലെ ഓഫീസിൽ വന്നില്ലേ, നീ എപ്പോഴും ഓഫീസിൽ പോവാറുണ്ടോ, അല്ലെങ്കിൽ നാളെ നീ പോവോ, ഇന്നലെ നീ ഇന്ന ആളെ കണ്ടോ, ബോസിനെ കണ്ട് സംസാരിച്ചോ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കണമല്ലോ. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കൊരു ഈസിനെസ് ഫീൽ ചെയ്യും, നല്ല സുഖം ഉണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ, എനിക്കിത് കിട്ടുന്നുണ്ടല്ലോ ഉള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ഇതിൽ നോക്കാം. ഫസ്റ്റത്തെ ടെൻസ്, അത് നമുക്ക് സിമ്പിൾ പ്രസന്റ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ സിമ്പിൾ പ്രസന്റ്, ഫ്യൂച്ചർ, പാസ്റ്റ് എന്നുള്ള ടേംസ് അധികം അങ്ങോട്ട് ഉപയോഗിക്കാറില്ല, കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് കടക്കാം. ഐ ഗോ ടു ഓഫീസ്. ഐ ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അർത്ഥം വരുന്നത്? ഞാൻ ഓഫീസിൽ പോകാറുണ്ട്. അറിയാലോ, ഡെയിലി ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷനിലേക്കാണ് അത് വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ 2-3 എണ്ണം കൂടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ലൈക്ക് നമുക്കിങ്ങനെ എക്സാമ്പിൾസ് ആയിട്ട്, ഐ വാച്ച് ദ മൂവി എവ്രി ഡേ. ഞാൻ എല്ലാ ദിവസവും മൂവി കാണാറുണ്ട്. ഐ ഗോ ടു ദ പാർക്ക് എവ്രി ഡേ. ഞാൻ പാർക്കിൽ പോകാറുണ്ട്. I always sit here. When I reach the park, I sit here. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടെൻസിലാണ് അല്ലെങ്കിൽ ആ ഒരു സെൻസിലാണ് നമ്മൾ ഇത് പോകുന്നത്. അതായത് സിമ്പിൾ പ്രസന്റ് എന്നുള്ള ഒരു ടേം പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് ചോദിക്കാൻ പറ്റുക? ഡു യു ഗോ ടു ഓഫീസ്? നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഡു ആണ്. ഡു യു ഗോ ടു ഓഫീസ്? നിങ്ങൾ ഓഫീസിൽ പോകാറുണ്ടോ? ഇനി അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഡുവും ഡസും നമുക്ക് എങ്ങനെയാ ഉപയോഗിക്കണേ എന്നുള്ളത്. ഡസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഡസ് എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പറയുന്നത്, ഓർമ്മയുണ്ടോ? നമ്മള് ഹി, ഷീ, ഇറ്റ് എന്നതിന്റെ കൂടെയാണ് ഡസ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോ ഡസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദിക്കും, ഡസ് ഷീ ഗോ ടു ഓഫീസ്? അവൾ ഓഫീസിൽ പോകാറുണ്ടോ? നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി അതിന്റെ നെഗറ്റീവ് ആയിട്ട് വരുന്നതാണ് ഈ ഡോണ്ട്. ഇതിന്റെ അർത്ഥം എങ്ങനെയാണ് വരുന്നത്? നീ ഓഫീസിൽ പോകാറില്ലേ? കണ്ടോ, ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നീ ഓഫീസിൽ പോകാറുണ്ടോ? അതിന് ഡു യു ഗോ ടു ഓഫീസ്. ഡോണ്ട് യു ഗോ ടു ഓഫീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, നീ ഓഫീസിൽ പോകാറില്ലേ? നീ ഇങ്ങനെ ആകെ ചടഞ്ഞുകൂടി ഇരിക്കുന്നുണ്ടല്ലോ, നിന്നെ കണ്ടിട്ട് ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ മോഡിലുണ്ടല്ലോ, നീ ഓഫീസിലൊന്നും പോകാറില്ലേ? അവിടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരിക. ഡോണ്ട് യു ഗോ ടു ഓഫീസ്? ഓഫീസിലൊന്നും നീ പോകാറില്ലേ? സാധാരണയായിട്ട് നീ പോവാറില്ലേ? ആ അർത്ഥമാണ് നമ്മൾ ഡോണ്ട് എന്നുള്ളതിന് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്തുപയോഗിക്കാം? ഈ ഡസ് എന്നുള്ളത് ഡസന്റ് ഫോമിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡസന്റ് ഷീ ഗോ ടു ഓഫീസ്? അവൾ ഓഫീസിൽ പോകാറില്ലേ? ഡസന്റ് ഷീ ഗോ ടു ദ പാർക്ക്? അവൾ പാർക്കിൽ പോകാറില്ലേ? ഡസന്റ് ഷീ ഡാൻസ് നൗഡേയ്സ്? അവള് ഡാൻസ് ഈയിടെയായിട്ട് ഡാൻസ് ചെയ്യാറില്ലേ? ഇതൊക്കെ നമ്മൾ ഡോണ്ട് അല്ലെങ്കിൽ ഡസന്റ് എന്നുള്ള ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ചെയ്യാറില്ലേ, പറയാറില്ലേ എന്നുള്ള മീനിങ് ആണ് ഈ രണ്ടിനും വരുന്നത്. അപ്പൊ നമുക്ക് അടുത്ത സെന്റൻസ് നോക്കാം. ഇത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, എന്താണ്? പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത് അല്ലെ? കാരണം എന്താണ് ഇവിടെ ഐ വെന്റ് എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ വെന്റ് ടു ഓഫീസ്. എന്താണ് അർത്ഥം വരുന്നത്?
ഞാൻ ഓഫീസിൽ പോയി. ഇപ്പൊ യെസ്റ്റർഡേ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വെന്റ് ടു ഓഫീസ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ ഓഫീസിൽ പോയി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോം ചെയ്യുക? ഡിഡ് വെച്ചിട്ടാണ്. കാരണം പാസ്റ്റ് ടെൻസിലുള്ള എന്ത് കാര്യം നമുക്ക് ചോദിക്കണമെങ്കിൽ നമുക്ക് ഡിഡ് വേണം. അത് അത്യാവശ്യമാണ്. വേറെ ഒരു ടേമും അതിനില്ല. ഡിഡ് യു ഗോ ടു ഓഫീസ്? നീ ഇന്നലെ ഓഫീസിൽ പോയോ? അതാണ് ചോദ്യം. നീ ഇന്നലെ ഓഫീസിൽ പോയോ? നീ ഇന്നലെ ബോസിനോട് സംസാരിച്ചോ? എങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു ടോക്ക് ടു യുവർ ബോസ്? നീ നിന്റെ ബോസിനോട് സംസാരിച്ചോ? നീ ഇന്നലെ അവളെ കണ്ടോ? എങ്ങനെയാ ചോദിക്കുക? ഡിഡ് യു സീ ഹെർ യെസ്റ്റർഡേ? നീ ഇന്നലെ അവളെ കണ്ടോ? നീ അവൾക്ക് അല്ലെങ്കിൽ അവന് പൈസ കൊടുത്തോ? എങ്ങനെയാ ചോദിക്കണേ? സോ സെയിം ഇത് തന്നെ ഉപയോഗിക്കുക. ഡിഡ് യു ഗിവ് ദ മണി ടു യുവർ ഫ്രണ്ട് അല്ലെങ്കിൽ ടു ഹെർ യെസ്റ്റർഡേ? അപ്പോ എല്ലാം നമ്മൾ ചെയ്തോ പറഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾക്ക് എന്താണ് ഉപയോഗിക്കുക? ഡിഡ് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്കിത് നെഗറ്റീവില് ചോദിക്കണം. നമ്മൾ ഇതിൽ ചോദിച്ച പോലെ തന്നെ നമുക്കിത് ഈ സംഭവം പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം നെഗറ്റീവില് ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഇന്നലെ ഓഫീസിൽ പോയില്ലേ? നീ ഇന്നലെ ഓഫീസിൽ പോയില്ലേ? ഇത് പോയോന്നാണ് ചോദിച്ചത്. പോയില്ലേ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? അവിടെ ഡിഡ്ന്റ് ഉപയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി? ഇല്ലേ എന്നുള്ള മീനിങ് അവിടേക്ക് വന്നു. ഡിഡ്ന്റ് യു ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ അല്ലെങ്കിൽ ഡിഡ്ന്റ് യു ഗോ ടു ഓഫീസ്? യെസ്റ്റർഡേ ഒക്കെ നമുക്ക് അതിലേക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നീ ഇന്നലെ പോയില്ലേ? അപ്പൊ എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ളത് പഠിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും സംസാരിക്കുന്ന നേരത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഭയങ്കര ബേസിക് ആയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ ഇതെങ്കിലൊക്കെ അറിയണം. നമ്മൾ ഇതുപോലെ പോയില്ലേ, വന്നില്ലേ, അല്ലെങ്കിൽ പോയോ, അതേപോലെ തന്നെ പോകാറില്ലേ. അപ്പൊ നിങ്ങൾക്ക് അപ്പോഴേക്കും അത് ആ മനസ്സിലേക്ക് വരണം. ആ സമയത്ത് ഡോണ്ട് ആണ് ഉപയോഗിക്കുന്നത്. പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഡിഡിന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞു വെക്കണം. ഇത് ഞാൻ പറയണ പോലെ എപ്പോഴും എന്ത് ചെയ്യണം? ഇത് വെറുതെ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, പ്രാക്ടീസ് എന്തായാലും വേണം. അപ്പൊ അത് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ ഒക്കെ നെഗറ്റീവ് സെന്റൻസുകൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. ഐ വെന്റ് ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോയി എന്നാണ്. ഐ ഡിഡ്ന്റ് ഗോ ടു ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്തായി? അതിന്റെ നെഗറ്റീവായി. ഐ വെന്റ് എന്ന് പറയുന്നതിന് പകരം I didn't go എന്ന് പറഞ്ഞാൽ എന്തായി? ഞാൻ ഇന്നലെ ഓഫീസിൽ പോയില്ല എന്നുള്ള മീനിങ്ങിലേക്ക് വരും. അതേപോലെ തന്നെ ഐ ഗോ ടു ഓഫീസ്, ഞാൻ എല്ലാ ദിവസവും ഓഫീസിൽ പോകാറുണ്ട്. അപ്പൊ ഞാൻ ഓഫീസിൽ പോകാറില്ല എങ്ങനെ പറയാം? I don't go to office. ഞാൻ ഓഫീസിൽ പോകാറില്ല എന്നുള്ള മീനിങ് ആണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഈ രണ്ടെണ്ണത്തിന്റെയും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതിന്റെ നെഗറ്റീവ് എങ്ങനെയാ പറയേണ്ടതെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ ഫോം പോസിറ്റീവ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് കണ്ടു. അപ്പോ ഇത് ഈ രണ്ടെണ്ണത്തിനെ മാത്രമേ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്യാനുണ്ട്. സോ മാക്സിമം നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇനിയും എക്സാമ്പിൾസ് വേണമെന്നുണ്ടെങ്കിൽ ആ എക്സാമ്പിൾസും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതുപോലെ ഹാവ് ഹാസിന്റെ ക്വസ്റ്റ്യൻ ഫോംസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസും നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.